ജയ്സ ഹായ്. ഹലോ, എന്താ ഇവിടെ? സാധനങ്ങളെ മേടിക്കുക. എടിത് ജയ്സൺ, ഞാൻ നല്ല ചിരിയാണെന്ന് പറഞ്ഞ ചേട്ടനാ. ഒറ്റയ്ക്കുള്ള അല്ല, അച്ഛനുണ്ട്. എന്നാ പോട്ടെ എന്നാ. ആയിക്കോട്ടെ, ശരി. അതൊക്കെ അവിടെ വെച്ചേ, ഭയങ്കര വിലയാണ്. ജയ്സൺ, നീ സ്റ്റോപ്പ് വാച്ച് നോക്ക്, ഞാൻ ഓസിലേഷൻ നോക്കാം. നീ ആരുടെ അവിടെ നോക്കിക്ക? സ്റ്റോപ്പ് ചെയ്യണില്ലേ? സ്റ്റാർട്ട് ചെയ്തില്ല. ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് ജസ്റ്റ് തിന്നിട്ടാണ് സാധനം. എടാ, ഇത് ഈ ആടിന്റെ കഴുത്തിലാണ മണി പോലെ ഇല്ലേ? ഇല്ലേ? എന്താടാ? നോക്കാം. കർത്താവേ, മിന്നിച്ചേക്കണേ. മിന്നുണ്ടല്ലോ. ഹലോ ഹലോ, കീർത്തി അല്ലേ? അതെ, കീർത്തിയാണ്. ആരാന്ന് മനസ്സിലായോ? ജയ്സൺ അല്ലേ? എന്താടാ? ഒന്നുമില്ല. നീ നാളെ സ്കൂളിൽ വരില്ലേ? വരൂലോ. വരുമ്പോളേ ആ സുവോളജിയുടെ നോട്ട്ബുക്കും കൂടെ എടുത്തേരെ. എടുക്കാലോ. നീ എന്തെങ്കിലും കഴിക്കുവാണോ? മുറുക്ക്. എല്ലുമുട്ടി കടിക്കണ പോലെ ഉണ്ട്. നോട്ട് ചെയ്യാൻ നാളെ വരുമ്പോ കൊണ്ടുവരാം. പിന്നെന്താ? പിന്നൊന്നുമില്ല. എന്നാ ശരി, നാളെ കാണാം. ഓക്കെ. ഓക്കേ. എന്താടാ? പോയടാ. ഹലോ, എന്താടാ? എടി, ഞാൻ നേരത്തെ വിളിച്ചപ്പോഴേ കോള് വെയിറ്റിംഗ് ആയിരുന്നല്ലോ. അത് ശരത്തായിരുന്നു. നമ്മുടെ ക്ലാസ്സിലെ ശരത്താ? അവൻ നിന്നെ വിളിക്കാറുണ്ടാ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. എന്നിട്ട് നിങ്ങളെന്താ സംസാരിക്കാറ്? അതെന്തിനാ നീ അറിയണ? നമ്മളറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലേ. അല്ല, എന്താ മോന്റെ അസുഖം? എന്താ സുഖം? അല്ല, നിനക്കെന്നോട് പ്രേമാണെന്നൊക്കെ പറയാനായിട്ട്. ആര് പറഞ്ഞു? അതൊന്നും നീ അറിയണ്ട. സത്യാണോ? എനിക്കിനോട് പ്രേമാണെന്ന് വിചാരിക്കല്ലേ. എന്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെയല്ല എടി, അങ്ങനെയല്ല. ആദ്യം ഗ്രാഫ് വരക്കാം. ഹലോ, കോള് ജാമായ? ഹലോ. ഡാ പൊട്ട, അമ്മ വന്നപ്പോ വിഷയം മാറ്റിയാന്ന് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആകെ കഷ്ടിച്ച് 1.5 കൊല്ലം കൂടെ ഉള്ളൂ നമ്മൾ ഒരേ ക്ലാസ്സിൽ. അത് പഠിക്കേണ്ട സമയമാണ്. അതിനിടയിൽ ഈ തത്വം ഒന്ന് നിർത്തുവോ? തത്വം കേൾക്കാനാണെങ്കിൽ എനിക്ക് രവി പപ്പനാവിന്റെ ക്ലാസ്സിൽ പോയാൽ മതി. അങ്ങേര് ഇതിലും ബെസ്റ്റ് തത്വം പറയും. പിന്നെ എന്താണ് കേക്കണ്ടേ? എനിക്ക് എസ് ഓർണോ കേട്ടാ മതി. എന്നാ കേട്ടോ, നോ. ഓക്കെ ഓക്കെ ഓക്കെ. എടാ, നീ എന്താ ക്യാമ്പ് ഫയറിന് വരാത്ത? മനുഷ്യനോട് ചാറാ കിടക്കുമ്പോഴാണ്. നിനക്ക് ഛർദിയുടെ ഗുളിക കാണോ? എനിക്കങ്ങ് വേണ്ട. കൊണ്ടുപോയതിന്റെ രവി പപ്പനാവിന് കൊടുക്ക്. അല്ല, നിനക്ക് സാറായിട്ട് എന്താ പ്രശ്നം? അല്ല, നീ എന്നെ കാണുമ്പോ ഇങ്ങനെ മുഖം വേർപ്പിച്ച് നടക്കണേ? ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ. എനിക്കൊരു പ്രശ്നവും ഇല്ല. ഈ പെണ്ണുങ്ങളുടെ മനസ്സലിവുള്ളതെന്ന് പറഞ്ഞത് ആരാ? കല്ലുകൊണ്ടല്ലേ ഉണ്ടാക്കിയേക്കണേ. നമ്മുടെ വിഷമമൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എന്താ ജയ്സ അതിന്റെ പ്രശ്നം? പറ. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് മനസ്സിലാവണല്ലേ. ആ ഒരിക്കൽ പറഞ്ഞാണല്ലോ. എടി പിശാസേ,
എനിക്ക് എന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ ഉമ്മക്കാനും തോന്നുന്നുണ്ട്. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. നീ ഒരു വീട് ഉണക്കണമെന്ന് നിർത്ത്. അപ്പൊ നീ ആ സ്റ്റെഫിയോട് നടക്കണോ? സ്റ്റെഫിയ? അത് നീ എങ്ങനെ അറിഞ്ഞ്? പിന്നെ ഞാൻ പിന്നെ ഈ സ്കൂളിലൊന്നല്ല പഠിക്കണേ. എനിക്ക് അവളായിട്ട് പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലായി. ഈ ബസ്സിൽ വേറെ ഏതെങ്കിലും തെണ്ടികളുണ്ടോ? ഞാൻ പോവാണ്. ഞാൻ പവർ ബാങ്ക് എടുക്കാൻ വേണ്ടി വന്നതാ. നമുക്ക് പിന്നെ സംസാരിക്കാം. നിന്റെ പവർ ബാങ്ക് വേണമെങ്കിലേ നിന്റെ അപ്പന്റെ ബാഗിൽ തപ്പിയാ മതി. എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കണേ? പറ്റില്ലെങ്കിൽ താ, ഞാൻ വന്ന് ഓടിക്കാം. എന്താടാ എന്താടാ നീ എന്തിനാ ഇവിടുന്ന് മാറിയിരുന്നേ? ഒന്ന് പോയിട അവിടെ നിന്ന്. നിനക്ക് ഇപ്പൊ എന്നോടായ പ്രേമം. നീ എൻ്റെ അടുത്ത് ഇരിക്കില്ല അല്ലേ? ഓ, നമ്മളെയൊക്കെ ആർക്ക് വേണം? നമുക്ക് ഫിലോസഫി ഒന്നും അറിയില്ലല്ലോ. ദേ ഓവറാവല്ലോട്ടെ ചക്ക. ക്യാമ്പ് ഫയറിന് നിന്നെ ശരിക്കും മിസ് ചെയ്തിട്ടാ കേട്ടാ. ആര് മിസ് ചെയ്യാൻ? ഞാൻ. നമ്മളൊന്നും ആരും വരാൻ നിർബന്ധിക്കില്ലല്ലോ. അയ്യടെ മോനൊരു പ്രത്യേക സ്വഭാവമാണ്. ഞാനവിടെ വെച്ച് നീ ബസ്സിൽ വെച്ച് പറഞ്ഞ ഡയലോഗ് ഓർക്കായിരുന്നു. ഏത് ഡയലോഗ്? നിനക്കെന്നെ കൊല്ലാനുള്ള ദേഷ്യണ്ട്, ബട്ട് എന്നെ. പിന്നെ അതിങ്ങനെ ഇരുന്നോർത്തപ്പോ ഏതാണ്ട് ഫീലിങ്സ്. എന്ത് ഫീലിങ്സ്? വയറിലൊക്കെ ബട്ടർഫ്ലൈസ് വെറുതെ തോന്നി. എന്താ? ഒന്ന് പോയിടാ മാറി. സ്വപ്നാണോ നോക്കിയതാ? സ്വപ്നല്ല. പ്ലീസ്, കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഈ ടൂർ അവസാനിക്കും. നമ്മുടെ ഈ വാഹനം സ്കൂൾ ക്യാമ്പസിനകത്തെത്തും. അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? കൊണ്ടോരടങ്ങാനായിട്ട് ഇത് മനഃപൂർവ്വമാണ്. മനുഷ്യരുടെ നല്ല കാലം വരുമ്പോ ആരും പേടിക്കണ്ട, ബസിന്റെ ചില്ല് പൊട്ടിയതാ. ഓ സതീഷ് സാറ് വിജിൽ സാറോടെ മുട്ടനിടിയാട്ടാ. അല്ല അത് പോട്ടെ, ഉച്ചക്ക് ജാതിത്തോട്ടന്റെ അവിടെ ലൈഫ് പ്ലാൻ ചെയ്യാനുള്ള സംസാരിക്കണം.
എന്താ ഇവിടെ ഇരിക്കണോടാ? എനിക്ക് പേടിയാവുണ്ട് കേട്ടാ. കുറച്ചു നേരം ഇവിടെ ഇരിക്കുക, ക്ലാസ്സിലെ തിണ്ടികളൊന്നും അറിയണ്ട. എന്നിട്ട് സാറിന് ശരിക്കും നല്ല ഇടി കിട്ടിയാ? കിട്ടിയോന്നാ ഞാൻ ചിരിച്ചിരിച്ച് ചത്ത്. എന്ത് സാധനോടാ? നിന്നെ പഠിപ്പിക്കണ സാറല്ലേ? പിന്നെ ഈ മാതിരി കോമാളിത്തരം കാണിച്ച. അല്ല, മോൾക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നാൻ കാരണം എന്താ? പെട്ടെന്നൊന്നുമല്ല, എനിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. നീ എൻ്റെ പിറകെ നടന്നിട്ടില്ല, ശരത്തിനെ പോലെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതൊക്കെ ഇടയ്ക്കിടെ ഞാൻ ആലോചിക്കും. അപ്പം എനിക്ക് തോന്നും നീ കൊള്ളാന്ന്. അപ്പോഴാണ് നീ സ്റ്റെഫിയോട് നടക്കണോണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നീ എന്നെ മറന്നാണോ. പിന്നെ അന്ന് ബസ്സിൽ വെച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ സിൻസിയറാന്ന് മനസ്സിലായി. ശരത്ത് എങ്ങനെയായിരുന്നു? ശരത്ത് ഒരു ജാതി ഒരു സംഭവം ഉണ്ടായി. ഞാൻ ചെന്നൈ പോയില്ലേ, അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നൂല്ലോ. അപ്പോൾ ശരത്ത് മാത്സിൽ പൊട്ടി. അപ്പം ഞാൻ അവനൊന്ന് സമ്മാനിപ്പിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചു. അപ്പോൾ അവൻ പറയാം അവനെൻ്റെ മടിയിൽ കിടക്കണോ. അതോടുകൂടി അവനായിട്ടുള്ള മെസ്സേജ് അങ്ങോട്ട് നിർത്തി. ഇതാ നീ ഒന്ന് അമ്മയോട് പോയി പറഞ്ഞേക്കല്ലേട്ടാ. ഇല്ല, ഇത് മൊത്തം കോമഡിയാണല്ലോ ഇവിടെ നടക്കണേ. അല്ല, ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മിണ്ടാവുന്നപ്പോൾ നീ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ. എപ്പോൾ? എനിക്കൊന്നും ഓർമ്മയും കൂടി ഇല്ല. ഉണ്ടാവില്ല. അത് വീട് ജീസാ, ഞാൻ ഇല്ലേ എൻ്റെ അതൊക്കെ പറഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കണ ഞാൻ ഇല്ലേ. ഞാൻ കോക്കാൻ ചള വെച്ച മണത്ത് നോക്കണ്ട സാധനാണ്. നോക്കിക്കോ. ഇനി നോക്കണ്ട. നോക്കണ്ട. എന്താണ്? എന്ത് സ്വഭാവമാണ് ജീസന്റെ? ഈ സ്വഭാവം വെച്ച് നമ്മൾ എങ്ങനെ ഒരു ജീവിക്കും? ഞാനിങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോ. മനസ്സമാനം തരൂ. ഫോൺ വിളിക്കാനും സമ്മതിക്കില്ലേ? നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു ഉടുമ്പാണെന്ന്. ഹലോ, സോറി. ഇനി ഞാനിങ്ങനെ പറയില്ല കേട്ടോ. ഞാൻ പറഞ്ഞെല്ലാം തിരിച്ചെടുത്ത്. സോറി. സോറി. ഓക്കെ.